നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വില്ല കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വില്ല ആക്ച്വലി തേവക്കയിൽ നിന്ന് ഇൻഫോ പാർക്ക് പോകുന്ന വഴിയിൽ കുഴിക്കാലയിൽ നിന്ന് കുറച്ച് ഭാഗത്തേക്ക് കയറിയിട്ടാണ്, ഒരു മെയിൻ റോഡിൽ നിന്നൊരു 50 മീറ്റർ അകത്തേക്ക് കയറിയിട്ടാണ് ഈ വില്ല ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വില്ല. 4600 സ്ഥലവും ഏകദേശം 2500 അടുത്ത് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു കിടിലൻ വില്ലയാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കിടിലൻ കാർ പോർച്ച് കാണാം. ഒരു 7 സീറ്റർ കാറ്, പിന്നെ ഒരു ചെറിയ കാറും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കാർ പോർച്ച് ഉണ്ട്. പിന്നെ ഷീറ്റാണ് എല്ലാം ഇട്ടിരിക്കുന്നത് കാർ പോർച്ചൊക്കെ. പിന്നെ കിണറും കൊടുത്തിട്ടുണ്ട്, ആ സൈഡിൽ കിണർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഗാർഡൻ ഏരിയയും അവിടെയും ഗാർഡൻ ഏരിയയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കോമണായിട്ടുള്ളൊരു സെപ്പറേഷനാണ്. ഇവിടെ നമുക്കൊരു പ്ലഗിങ് കൊടുത്തിട്ടുണ്ട്. ടി വി വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. ഇത് ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു പറകുളയുടെ ഒരു സംഭവം ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാര്യമായിട്ട് കയറാനും നമുക്ക് ഇവിടുത്തുള്ള കാർ പോർച്ചിലെ വ്യൂവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. സീലിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുകളുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള വെച്ചാൽ ഡൈനിങ് ഏരിയയാണ് ഈ കാണുന്നത്. ഡൈനിങ് ഏരിയ ഇവിടെ ഒരു ഓപ്പൺ കിച്ചണുണ്ട്, ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. സീലിങ്ങും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു, ഡൈനിങ് ഏരിയയിൽ നിന്ന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു. നല്ലൊരു കിടിലൻ ഒരു വാഷിംഗ് ഏരിയ ആണിത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇവിടേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇതാണ് അടുക്കള വരുന്നത്. അടുക്കളയൊക്കെ കിടിലൻ പണിയും പണിതേക്കണം. സീലിംഗ് നോക്കി, എന്താ രസം. അടിപൊളി കിടിലൻ കബോർഡ്സുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മേലിലേക്ക് തുറക്കാനും സൈഡിലേക്ക് തുറക്കാനും പറ്റുന്നതിലുള്ള കബോർഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ചിറയുടെ ടാപ്പാണ്. ഇവിടെയൊക്കെ കണ്ടമാനം സ്റ്റോറേജ് സ്പേസുകളുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഒരുപാട് വെക്കാൻ പറ്റുന്നതെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ 2 ചെറിയൊരു വിൻഡോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇവിടുത്തെ വർക്ക് ഏരിയ ആണ്. ഇതാണ് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്ഥലമുള്ള വർക്ക് ഏരിയ ആണ്. ഇതില്ലേ എല്ലായിടത്തും കബോർഡുകൾ കണ്ടമാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കബോർഡുകൾക്ക് ഒരു ക്ഷാമമില്ല. ഇത്രയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ കൊണ്ട് ഷീറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വർക്ക് ഏരിയയിൽ വിശേഷം. ഇത് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഡോറാണ്. ഒരു ഓപ്പണിംഗ് ഉണ്ട് പുറത്തേക്ക് പോകുന്നത്. കുറ്റിയിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ 2 ബെഡ്റൂമുണ്ട്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് അത്. രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൽ ഈ കബോർഡ് ഒരു അത്യാവശ്യം നല്ല കബോർഡാണ്. ഇത് സൈഡിലൊക്കെ ഇങ്ങനെ ലൈറ്റ് കൊടുത്തിട്ട് അപ്പോൾ സീലിംഗ് കിടിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റിങ് കൊടുക്കണം, അടിപൊളിയായിരിക്കും. അപ്പോൾ ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ബാത്റൂമാണ്, ടോയ്ലറ്റ് വരുന്നത്.
കൺസീൽഡ് ടോയ്ലറ്റാണ് വരുന്നത്. ഫിറ്റിങ്സൊക്കെ വരുന്നത് വൈറ്റ് കോമ്പിനേഷൻ കളറാണ്. ഗ്രിപ്പുള്ള ടൈൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നല്ല വെളിച്ചം കയറണം കേട്ടോ ഈ ഒരു വീടിൽ. ഭയങ്കര ഒരു പോസിറ്റിവിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ അതിലൊരു തുറന്നിട്ട ഭയങ്കര കാറ്റാണ്ടാകും. അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. ഈ പ്രോപ്പർട്ടി വരുന്നത് ഇത്തിരി ഹൈറ്റിലാണ് നിൽക്കുന്നത്. അത് കാരണം ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകളുണ്ട്. പിന്നെ നമുക്ക് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ വരുമ്പോൾ ഒരു ഭിത്തി മൊത്തം കബോർഡാണ്. ഇത്രയും ഒരു 3 ഡോർ കബോർഡ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കബോർഡുകളിൽ ഒരു അതിപ്രസരമുണ്ട്. ഒരുപാട് കബോർഡുകളുണ്ട്. പിന്നെ ഇവിടെ കൺസീൽഡ് ടോയ്ലറ്റാണ്. സീറയുടെ തന്നെ മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വൈറ്റ് കോമ്പിനേഷൻ കളറാണ് ടൈൽസിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടൈലാണ്, ഗ്രിപ്പുള്ള ടൈലുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് താഴത്തെ വിശേഷങ്ങൾ. നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെയറാണ് വരുന്നത്. സാധാരണ സ്റ്റെയറിനെക്കാട്ടും വീതിയുള്ള സ്റ്റെയറാണ്. അതായത് സാധാരണ ഇത്രയൊക്കെ സ്റ്റെയർ വരുള്ളൂ, നമുക്ക് ഇത്രയും സ്റ്റെയർ വരുള്ളൂ. പക്ഷേ ഈ സ്റ്റെപ്പുകളൊക്കെ ഭയങ്കര വീതിയുള്ള സ്റ്റെപ്പാണ്. കണ്ടില്ലേ, ഇത്രയും വീതി നല്ല ഇതിലാണ്. അടിക്കാണൊക്കെ എനിക്കറിയില്ല, പക്ഷേ നല്ല വീതിയുള്ള സ്റ്റെപ്പാണ്. പിന്നെ ഈ സൈഡിൽ ഈ ഒരു ബീഡിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വുഡനാണ് കേട്ടോ. വുഡൻ ആൻഡ് ഗ്ലാസ്സിലാണ് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പർഗോളയുടെ സെറ്റപ്പ് ചെയ്തിരുന്ന വെളിച്ചം കയറാൻ വേണ്ടിയിട്ട് കിടിലനായിട്ടാണ്. സീലിംഗ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ ഉണ്ട്. ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് അപ്പോൾ ഇതാണ് മേളിൽ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഹോള്. ഭയങ്കര അത്യാവശ്യം വലിയൊരു ഹോളാണ്. ഒരു പാർട്ടി ഹോൾ അല്ലെങ്കിൽ ഒരു തിയേറ്റർ സ്പേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാൽക്കണിയിലേക്കാണ് കയറുന്നത്. ഇതാണ് ബാൽക്കണി വരുന്നത്. ഭയങ്കര ഒരു പീസ് അന്തരീക്ഷം ഉണ്ടാകും. ഭയങ്കര സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം എനിക്കിവിടെ നിന്നപ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് ബെഡ്റൂം മേലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഒരു 3 ഡോർ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ചെറിയൊരു മിനി ടേബിൾ, വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം പൊളിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വ്യൂ നിങ്ങൾ നോക്കിയേ, എന്താ വ്യൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്നത് 4600 സ്ഥലവും ഉണ്ട്. 2500 സ്ക്വയർ ഫീറ്റ് താഴെ ഫീൽഡും വരുന്നത്, ബിൽഡ് ഏരിയയും വരുന്നുണ്ട്. പ്രോപ്പർട്ടി പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ തേവക്കയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന വഴിയിൽ കുഴിക്കാലയിൽ നിന്നും ഒരു 50 മീറ്റർ അകത്തേക്ക് കയറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. മെയിൻ റോഡിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉണ്ട്. ഇതിനും പ്രോപ്പർട്ടിയാണ്. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,30,30,00,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസാണ്. ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുമ്പോഴുള്ളൊരു ആംബിയൻസ് ഭയങ്കര
ഒരു ആംബിയൻസാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ബാക്കി വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ബെഡ്റൂം കൂടി കാണിക്കാനുണ്ട്. ഇവിടുത്തെ ബാത്റൂമാണ്, മേളത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതും കൺസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ബാത്റൂമുകളും കൺസിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഗതിയിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല, പക്ഷെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമും കബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൈസ മുടക്കിയേക്കണ വീടാണ് ഈ കാണുന്നത്. ഉണ്ടല്ലേ, ഇതൊക്കെ ഇടില്ലനല്ലേ. പിന്നെ ഈ ഒരു ബെഡ്റൂം 4ാമത്തെ ബെഡ്റൂമാണ്. താഴത്തെ പോലെ തന്നെ ഉള്ള കബോർഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്പോട്ട് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു നല്ലൊരു കബോർഡാണ് കേട്ടോ, നല്ല ഹെവി കബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ സീലിംഗ് കിടലാക്കിയിട്ടുണ്ട്. സൈഡിലും ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൺസില് ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയുടെ തന്നെ മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് കോമ്പിനേഷൻ കളറാണ്. അപ്പോൾ ഇതാണ് ഒരു യൂട്ടിലിറ്റി റൂമാണ്. നമുക്ക് ജിമ്മോ അല്ലെങ്കിൽ പഠിക്കാനുള്ള സെറ്റപ്പ് ഇവിടെയൊക്കെ കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞ പോലെ കബോർഡിൽ കാര്യത്തിലൊരു ഒരു എല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. എല്ലാം കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. കബോർഡ്സിൻ്റെ ഒരു മാരക വേർഷൻ ഇവിടെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊരു യൂട്ടിലിറ്റി റൂമാണ്. ഇവിടെ നമുക്ക് ഓപ്പൺ ഡ്രസ്സിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഇതാണ് ഓപ്പൺ ഡ്രസ്സിലേക്ക് പോകാനുള്ള വഴി വരുന്നത്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ നമ്പർ, ഈ വീഡിയോനെ കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ഇവിടുന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇൻഫോ പാർക്ക് ഉള്ളത്. മറ്റേ തെങ്ങോട് കാക്കനാട് മറ്റേ പള്ളിക്കര മെയിൻ റോഡ് വരുന്നത് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അത് വരുന്നത്. എടപ്പള്ളിയിലേക്കും അതുപോലെ 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് എടപ്പള്ളി വരുന്നത്, മെഡിക്കൽ കോളേജൊക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രോപ്പർട്ടിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയാനും കൂടുതലായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നാളെ കാണാം. ബൈ.